രക്ഷകനീശോ വരുന്നു, നിന്റെ രോഗശയ്യക്കരികെ ജീവന്റെ നാഥൻ വരുന്നു. വിശ്വാസത്തോടെ നീ ഉണരൂ, പ്രത്യാശയുള്ളിൽ നീ നിറയ്ക്കൂ. നമ്മെ രക്ഷിക്കാൻ കഴിയുന്നോനല്ലോ രക്ഷകനീശോനാഥൻ. യോഹന്നാൻ 3:16. തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഒരുവൻ പോലും നശിച്ചു പോകരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇന്ന് ഹീലിംഗ് ടച്ച് കൈകാര്യം ചെയ്യുന്നത് വളരെ സങ്കീർണമായ ഒരു പ്രശ്നമാണ്. സൂയിസൈഡൽ ടെൻഡൻസി, ആത്മഹത്യാ പ്രവണത. ഈ കാലഘട്ടത്തിൽ വിശ്വാസികളെ പോലും പിടിച്ചുകുലുക്കുന്ന ഒരു സംഭവമായി ഇത് മാറിക്കഴിഞ്ഞു. ചെറുപ്പക്കാർ തൊട്ട് പ്രായമേറിയവർ വരെ ഈ പ്രശ്നത്തിന് മേൽ കണ്ണുവച്ചിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട പൈതലെ, നിന്റെ ഉള്ളിലും അറിഞ്ഞോ അറിയാതെയോ ഇതുപോലുള്ളൊരു നൊമ്പരം, വേദന ആരെയും കാണിക്കാതെ ഒതുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ക്രീനിന്റെ മുമ്പിലേക്ക് ഒന്ന് കടന്നുവാ. നമുക്കെല്ലാവർക്കും കൈകൾ മാറോട് ചേർത്ത് പിടിച്ച് യേശുവിനെ അറിയേണ്ട ഒരു നിമിഷമാണ്. ഓർക്കുക, ഇത് ദൈവത്തിൻ്റെ സമയം. അവൻ്റെ മുറിവ് നമുക്ക് സൗഖ്യമാവുകയാണ്. കാത്തിരിക്കാം, ദൈവം നിങ്ങളെ തൊടാൻ പോകുകയാണ്. ജീവിതത്തിൻ്റെ അവസാന പ്രതീക്ഷയും നശിച്ച് നീ നിരാശയിൽ വീഴുന്നുവോ? ആർക്കും നിന്നെ രക്ഷിക്കാൻ കഴിയില്ലെന്ന് നീ വിധി എഴുതുന്നുവോ? തെറ്റിദ്ധരിച്ച് നിന്റെ ഉറ്റവർ നിന്നെ വെറുക്കുന്നുവോ? പരാജയം മാത്രമായ ജീവിതം എന്ന് നീ വിലയിരുത്തുന്നുവോ? സാമ്പത്തിക കടങ്ങൾ നിന്റെ ഉറക്കം കെടുത്തുന്നുവോ? കുടുംബ പ്രശ്നങ്ങൾ നിനക്ക് പരിഹരിക്കാൻ കഴിയാത്ത അത്രയും വലുതായി എന്ന് നീ വിധി എഴുതുന്നുവോ? മരണം മാത്രമാണ് ഏക പോംവഴി എന്ന് നീ മനസ്സിൽ വിചാരിക്കുന്നുവോ? നിനക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. ഇതാ, നിനക്കായി നിന്റെ പ്രശ്നങ്ങളെ ഏറ്റെടുക്കുവാൻ തയ്യാറായ ഒരു ദൈവപുത്രൻ നിന്റെ മുൻപിൽ വരുന്നു. യേശു എന്നാണ് അവൻ്റെ നാമം. ആ നാമത്തിൽ നിന്റെ സകല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം കുടികൊള്ളുന്നു. നിരാശ നീങ്ങി നീ ഇതാ പ്രത്യാശയിലേക്ക് ചേർക്കപ്പെടുന്നു. യേശു നിന്നെ സ്വന്തമാക്കുന്നു. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, സൂയിസൈഡൽ ടെൻഡൻസി ലോകത്തിന്റെ വിവിധ മേഖലകളെ, വിവിധ രാജ്യങ്ങളെ, വിവിധ മേഖലയിൽ ജോലി ചെയ്യുന്നവരെ തകർക്കുന്ന ഒരു പ്രശ്നമായി ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു. വളരെ പ്രശസ്തരായ വ്യക്തികൾ പോലും തങ്ങളുടെ ജീവിതത്തിന്റെ ഏതോ ഒരു ഘട്ടത്തിൽ ഇനി എന്തിനീ ജീവിതമെന്ന് കരുതി ജീവിതം വിട്ടുകൊടുക്കുന്നു. ഓരോ 14 സെക്കൻഡിലും ലോകത്തിന്റെ എവിടെയെങ്കിലും ഒരാൾ ഒന്നുകിൽ ആത്മഹത്യക്ക് അല്ലെങ്കിൽ അതിന്റെ ശ്രമത്തിന് തുനിയുന്നതായി സർവേ വ്യക്തമാക്കുന്നു. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ഇന്ത്യയിൽ ഒരു മണിക്കൂറിൽ 15 പേര് ആത്മഹത്യ ചെയ്യുന്നു അല്ലെങ്കിൽ
അതിനോട് ചേർന്ന കഠിനമായ ശ്രമം നടത്തുന്നു. 2013 NCRBയുടെ സർവേ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഒന്ന് മഹാരാഷ്ട്രയാണ്. പിന്നീട് തമിഴ്നാടും കേരളവും വെസ്റ്റ് ബംഗാളും ഇതിനെ ഫോളോ ചെയ്യുന്നു. ചെന്നൈയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന സിറ്റിയായി വളർന്നു കഴിഞ്ഞിരിക്കുന്നത്. കൂടെ ബാംഗ്ലൂരും മറ്റ് കേരളത്തിലെ പല സ്ഥലങ്ങളും ഉയർന്നു വന്നു കഴിഞ്ഞു. കഠിനമായ പ്രഷർ, നിരാശയേറിയ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ ആത്മഹത്യ എന്നത് ഒരു കരാളകസ്തം പോലെ വ്യക്തികളെ വേട്ടയാടി കഴിഞ്ഞു. കഴിഞ്ഞ നാളിൽ കേരളത്തിലെ ഒരു പേപ്പർ ന്യൂസ് ഇതായിരുന്നു. +2 പഠിക്കുന്ന ഒരു പെൺകുട്ടി തൻ്റെ എക്സാമിന് ശേഷം സൂസൈഡ് ചെയ്തു. അവൾ ഭയപ്പെട്ടു, അവൾ എഴുതിയ എക്സാം മുഴുവൻ തോറ്റുപോകുമെന്ന്. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, ഫ്യൂണറൽ കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഈ കുട്ടിക്ക് ഒരുവിധം എല്ലാ പേപ്പറുകൾക്കും A+ ഗ്രേഡോടുകൂടിയാണ് പാസ്സായത്. ഈ കുട്ടിയെ ഏത് കാര്യമാണ് വ്യാപരിച്ചത്? എന്താണ് ഇവിടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്? ക്രൂശിതന്റെ നിഴലിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെതിരായി നിൽക്കുന്ന ഈ ഒരു ടെൻഡൻസിയെ, ഈ ഒരു പ്രവൃത്തിയെ നമുക്കൊന്ന് വിവക്ഷിക്കാം. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആത്മഹത്യ ചെയ്യുവാൻ കാരണങ്ങളിൽ ഒന്ന് സർവേ പ്രകാരം കുടുംബ പ്രശ്നങ്ങളാണ്, ഫാമിലി ബ്രോക്കൺനെസ്. രണ്ടാമതായി ജീവിതത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആയി വരുന്ന രോഗങ്ങൾ സർവേ പ്രകാരം ആത്മഹത്യയിലേക്ക് ലീഡ് ചെയ്യുവാൻ കാരണമാകും. 3, ഡ്രഗ്സ്. പിന്നീട് ലവ് അഫെയർസിന്റെ എല്ലാ ഫെയിലിയേഴ്സും. പിന്നീട് വരുന്ന ചില സാഹചര്യങ്ങളാണ് ഇതിനെ ഈ മേഖലയിലേക്ക് വളർത്തുക. ദൈവത്തിന് പ്രിയപ്പെട്ടവനെ, എക്സാമിന് തോറ്റുപോകുന്നതും പിന്നീട് എഡ്യൂക്കേഷനിൽ നമ്മൾക്കുണ്ടാകുന്ന സ്ട്രെസ്സും ഒക്കെ പിന്നീടുള്ള കാരണങ്ങളായിട്ട് വരുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ആളുകളെ മരണത്തിലേക്ക്, ആത്മഹത്യയിലേക്ക് ലീഡ് ചെയ്യുന്നത് ഈ ഒരു പ്രശ്നമാണ്, കുടുംബ പ്രശ്നം. ഓർക്കുക, ദൈവത്തിന്റെ വചനം ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? സഭാപ്രാസംഗികൻ 7-ാം അധ്യായം 17-ാം വാക്യം എത്ര മനോഹരമായി ഈ കാര്യത്തെക്കുറിച്ച് എഴുതി വച്ചിരിക്കുന്നു. ബൈബിൾ പറയുന്നു, നീ പരമദുഷ്ടനോ മൂഢനോ ആകരുത്. കാലമെത്തുന്നതിന് മുമ്പ് നീ എന്തിനു മരിക്കണം? ബൈബിൾ പറയുന്നു, നീ പരമദുഷ്ടനോ മൂഢനോ ആകരുത്. കാലമെത്തുന്നതിന് മുമ്പ് നീ എന്തിനു മരിക്കണം? പ്രിയ ദൈവ പൈതലേ, ഓർക്കുക, ആത്മഹത്യ ഒരു പരിഹാരമല്ലെന്ന് നമ്മൾക്കറിയാം. പലപ്പോഴും മരിക്കണമെന്ന് ഉദ്ദേശിച്ചുമല്ല പല അറ്റംപ്റ്റുകളും ആത്മഹത്യക്കായി നമ്മൾ ചെയ്യുക. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, വളരെ പ്രശസ്തരായ വ്യക്തികൾ തൊട്ട് പ്രായമേറിയ ആളുകൾ പോലും ഇത് ഏറ്റെടുക്കുമ്പോൾ എവിടെയോ ഒരു കാരണം ഇതിന്റെ പിന്നിലില്ലേ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് നല്ലതാണ്. നമ്മുടെ ദൈവം മരണത്തിലൂടെ കടന്നുപോയി മരണത്തെ ജയിച്ചടക്കി ഉയർത്തെഴുന്നേറ്റൊരു ദൈവമാണ്. ബൈബിൾ ഇതിനെക്കുറിച്ച് എന്താണ് പറയുക? ശ്രദ്ധിക്കുക. മോശ, ഏലിയ, ദാവീദ്, യോന, ഇവരെല്ലാം തന്നെ നിരാശയുടെ പടുകുഴിയിൽ മരണത്തിനായി ആഗ്രഹിച്ച സമയങ്ങളുണ്ടായതായി ബൈബിൾ പറയുന്നുണ്ട്. സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായം ഇസ്രായേൽ ജനം മറുതലിക്കുമ്പോൾ മന്നയെക്കുറിച്ചും ദൈവത്തിന്റെ ഇടപെടലിനെ കുറിച്ചും മറുതലിച്ച് തിരികെ പോകാൻ, ഈജിപ്തിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ മോശ 11-ാം അധ്യായം സംഖ്യയിൽ അതിൽ വളരെ വ്യക്തമായി ദൈവത്തോട് പറയുന്നു, ഈ ജനത്തെ ചുമക്കുവാൻ എനിക്ക് പറ്റത്തില്ല.
എന്നെ കൊന്നുകളഞ്ഞാലും. ദൈവത്തിന് പ്രിയപ്പെട്ട വീണ്ടും 1 രാജാക്കന്മാർ 19-ാം അധ്യായം 5-ാം വാക്യം. ഏലിയ ആഹാബിന്റെ വാക്കുപ്രകാരം ജെസബൽ രാജ്ഞി ഈ ഏലിയായെ ഭീഷണിപ്പെടുത്തുമ്പോൾ ഏലിയ ഓടി രക്ഷപ്പെടുകയാണ്. 5-ാം വാക്യത്തിൽ ദൈവത്തിന്റെ ദൂതൻ കണ്ടുമുട്ടുമ്പോൾ ഏലിയ പറയുന്നു, എൻ്റെ പ്രാണനെ നീ എടുക്കണം, എനിക്ക് നീ ജീവിക്കണ്ട എന്ന്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട യോനായുടെ പുസ്തകം 4-ാം അധ്യായം. നിനവേ നിവാസികൾ ദൈവം രക്ഷിച്ചതിന്റെ പേരിൽ യോന 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പറയുന്നു, എന്നെ കൊന്നുകളഞ്ഞാലും എൻ്റെ ജീവനെ നീ തിരികെ എടുക്കണമേ. സങ്കീർത്തനം 51 ദാവീദ് പറയുന്നു, ഞാൻ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോഴേ പാപിയാണ് എന്നൊരു നിരാശാബോധം പോലെ ചില വാക്കുകൾ പ്രഖ്യാപിക്കുന്നു. ഡിപ്രഷൻ, നിരാശ, ചില സ്ട്രെസ്, ടെൻഷന് ഈ ആത്മീയ ജീവിതത്തിന് നടുവിൽ കടന്നു വന്നപ്പോഴും ഇവരിലാരും ആത്മഹത്യക്കായി തുനിഞ്ഞില്ല എന്നത് ഒരു വലിയ സത്യമാണ്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരാത്മഹത്യയിലേക്കോ ജീവൻ നഷ്ടമാക്കുന്നതിനെ കുറിച്ചോ ചിന്തിക്കാറില്ല. നമ്മൾക്ക് ഇതിൻ്റെ ആഴങ്ങളിലേക്ക് ഈ നിഴലിൽ നിന്നുകൊണ്ട് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഇന്ന് ലോകം വളർന്നു കഴിഞ്ഞു. വിവിധ തരത്തിലുള്ള പുരോഗമനങ്ങൾ ലോകത്തിൽ വന്നു കഴിഞ്ഞു. മീഡിയ, സോഷ്യൽ മീഡിയാസ്, മറ്റു തരത്തിലുള്ള എല്ലാ മീഡിയങ്ങളും ഇന്ന് നമ്മുടെ വിരൽത്തുമ്പിലായി കഴിഞ്ഞു. വികസനം കൂടുന്നതനുസരിച്ച് നിരാശ ഹൃദയങ്ങളെ വ്യാപരിച്ചു തുടങ്ങി. ദൈവത്തിന് പ്രിയപ്പെട്ട എവിടെയാണ് പ്രശ്നം? എങ്ങനെയാണ് ഇതിനെ നേരിടേണ്ടത്? കാലഘട്ടങ്ങളുടെ നടുവിൽ ക്രിസ്തുവിനെ അറിയാതെ പോയ വളരെ ഉന്നതരായ വ്യക്തികൾ പോലും ആത്മഹത്യയാണ് ചൂസ് ചെയ്തത്. ഇവിടെ ഒരു കാരണം കാണാം. ദൈവമില്ല എങ്കിൽ ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിക്കാൻ പറ്റുക ആത്മഹത്യയായി മാറുന്നു. ദൈവത്തിന് പ്രിയപ്പെട്ട പോയിന്റ് നമ്പർ 1, ആത്മഹത്യ എന്ന് പറയുക വളരെ ഒരു സിമ്പിളായി കടന്നു വരുന്നതല്ല. അതിൻ്റെ പിന്നിൽ വളരെ ശക്തമായ ഒരു ശക്തിയുണ്ട്. അത് അന്ധകാരത്തിൻ്റെ ദുരാത്മാവാണ്. അത് സാത്താനാണ്. കാൽവരിയിൽ സാത്താന്റെ തല തകർത്തവൻ നമ്മളുടെ കൂടെ നിൽക്കുമ്പോൾ യോഹന്നാൻ 10:10 ഓർക്കുന്നത് നല്ലതാണ്. കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും നശിപ്പിക്കാനും വഞ്ചിക്കാനും. നമ്മുടെ ജീവിതത്തിൽ നഷ്ടം, വേദന, മരണം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഇരുട്ടിൻ്റെ ഒരു ദുരാത്മാവുണ്ട്. അതുകൊണ്ട് സൂയിസൈഡ്, ആത്മഹത്യ എന്ന് പറയുക ഒരു പ്രവൃത്തിയല്ല. അതിൻ്റെ പിന്നിൽ അന്ധകാരത്തിൻ്റെ ഒരു ദുരാത്മാവുണ്ട്. ഓർക്കുക, സൂയിസൈഡ് ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്യുന്നു എന്നതിൻ്റെ അർത്ഥം ഈ ദുരാത്മാവ്, ഈ സാത്താൻ എൻ്റെ മേൽ കടന്നു വരികയും എന്നെ ആകർഷിക്കുകയും ചെയ്യുന്നു എന്നത് മനസ്സിലാക്കി യേശുക്രിസ്തുവിൻ്റെ വചനത്താൽ ജീവനുണ്ടാകാൻ വന്നവൻ, അത് സമൃദ്ധമായി നൽകുവാൻ വന്നവൻ എനിക്കുണ്ട് എന്ന ബോധത്തോടെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക്, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് മാറണമെന്ന് ബൈബിൾ പറയുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു. സഭയുടെ കൂദാശകളും സഭയുടെ അനുഗ്രഹങ്ങളും വ്യക്തികളിൽ അനുഗ്രഹം, പ്രതീക്ഷ നൽകുവാൻ കാരണമാകുമ്പോൾ സാത്താന്റെ കുതന്ത്രങ്ങളെ തിരിച്ചറിയുക. ഒരിക്കലും സാത്താന് അവസരം കൊടുക്കരുതെന്ന് എഫെസസ്യരുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി നമ്മൾക്ക് നൽകുന്നുണ്ട്. ഒരവസരം കൊടുക്കാതെ സാത്താനിൽ നിന്ന് ഓടിയകലുവാൻ ദൈവത്തിന്റെ വചനം നമ്മളോട് ആവശ്യപ്പെടുന്നു. 1 കൊരിന്ത്യർ 3:16 പറയുന്നു, നിന്റെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. ഈ ആലയത്തെ നീ നശിപ്പിക്കുമെങ്കിൽ ഞാനും നിന്നെ നശിപ്പിക്കുമെന്ന് ബൈബിൾ പറയുന്നു. ദൈവത്തിന് പ്രിയപ്പെട്ട പൈതലേ,
നിത്യത, നിത്യജീവൻ, സ്വർഗീയ ദർശനം അത് നമ്മുടെ ഹൃദയത്തിൽ ഇല്ല എങ്കിൽ, ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലെങ്കിൽ, ദൈവവുമായി ബന്ധമില്ലെങ്കിൽ സൂയിസൈഡിൽ നമ്മൾ ആശ്രയിച്ചെന്ന് വരാം. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, ഓർക്കുക, ദൈവം നിനക്കായി ഒരുക്കി വച്ചിരിക്കുന്നവ എന്തെന്ന് നീ മനസ്സിലാക്കണം. നിത്യമായ ജീവൻ ഇല്ല എങ്കിൽ പിന്നെ എന്തിനീ ജീവിതം? ഈ ലോകത്തോടുന്നതും അധ്വാനിക്കുന്നതും രാവിലെ എഴുന്നേൽക്കുന്നതും എന്ത് ചെയ്യുന്നതും ദൈവത്തിന്റെ മുന്നിൽ ഒരു വ്യർത്ഥമായി മാറുന്നുണ്ടോ? ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, ആത്മഹത്യയെ അതിനെതിരെ പ്രതികരിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിനാൽ നിന്റെ ഹൃദയത്തോട് സംസാരിക്കണം. 3, ഭാവിയെക്കുറിച്ച്, ഫ്യൂച്ചറിനെ കുറിച്ച് എനിക്കൊരു പ്രതീക്ഷയില്ല. 1 കൊരിന്ത്യൻസ് 2 അധ്യായം 9 വാക്യം, ദൈവം നമ്മൾക്കായി ഒരുക്കി വച്ചിരിക്കുന്നവ കണ്ണുകൾ കൊണ്ട് കാണാനാവാത്തത്, ഹൃദയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാനാവാത്തത്, ഈ ചെവി കൊണ്ട് കേൾക്കുവാനാവാത്തതാണെന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. ഓർക്കുക, ചിലപ്പോൾ നീ എഴുതിയ എക്സാം ആകാം, അല്ലെങ്കിൽ ഒരു രോഗമാകാം, അതുമല്ലെങ്കിൽ ഒരു സാമ്പത്തിക ബാധ്യതയാകാം. ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ഇല്ല എന്ന് നീ കണ്ടാൽ, ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, വഴിയില്ല എന്ന് പറയുന്ന ചെങ്കടലിന്റെ മുമ്പിൽ പുറകിലെ ഈജിപ്ത് സൈന്യം ഓടി വരുമ്പോൾ, ശത്രുവിന്റെ മുന്നിൽ എല്ലാം അടഞ്ഞ സമയത്ത് അവരുടെ മുന്നിൽ വഴി തുറന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ വിശ്വസിക്കുക. അതുകൊണ്ട് തന്നെ യേശുവാകുന്ന സത്യ ദൈവത്തിൽ വിശ്വസിച്ച് പരിശുദ്ധമായ ദിവ്യകാരുണ്യം നെഞ്ചിലേറ്റുവാൻ ഒരു തയ്യാറെടുപ്പുണ്ടെങ്കിൽ, ഈ എക്സാം ഇന്ന് തോറ്റാലും എന്നേക്കുമായി നീ ഒരു പരാജയമാകത്തില്ല. ദൈവത്തിന് നിന്നെ രക്ഷിക്കാൻ പറ്റും. അല്ലയോ പൈതലേ, അല്ലയോ അമ്മേ, അല്ലയോ ചേട്ടാ, മദ്യപാനമാകാം, പുകവലിയാകാം, ചെറിയ ചില സാഹചര്യങ്ങളിലെ മയക്കുമരുന്നുകളാകാം, ഒറ്റപ്പെടലാകാം. ഇതെല്ലാം ദൈവം തരുന്ന ട്രെയിനിങ്ങുകളാണെന്ന് മനസ്സിലാക്കുക. ഇവയൊന്നും നിന്നെ പരാജയപ്പെടുത്താനല്ല. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെട്ടവൻ നീയല്ല, നിന്റെ ദൈവമാണ്. ഓർക്കുക, എല്ലാവരും കൂടെ നിന്നിട്ടും അവൻ ഒറ്റയ്ക്കായി. അവന്റെ താടിമീശ അവർ വലിച്ചു പറിച്ചു, മുഖത്തവർ തുപ്പി. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, മരിക്കുവാൻ ആകാശമോ ഭൂമിയോ കൊടുക്കാതെ ജനം അവനെ നടുവിൽ ക്രൂശിച്ചു. ഓർക്കുക, ഒരു പാഴ്ത്തടി അവനെ എൻ്റെ ശരീരം ഏറ്റെടുക്കുമ്പോൾ കുരിശ് അനുഗ്രഹമാകുമെങ്കിൽ, ഇന്നത്തെ ദിവസം നിന്റെ ഉള്ളിലുള്ള ഈ നിരാശയും ഈ സൂയിസൈഡിനോടുള്ള ആഗ്രഹവും ദൈവം എടുത്തു മാറ്റും. എൻ്റെ ആത്മീയ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ ഏറ്റവും കൂടുതൽ യൗവനങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ ശ്രദ്ധിച്ചൊരു വിഷയം ഇതായിരുന്നു: കൈമുറിക്കണം, കാല് മുറിക്കണം, വെയിൻ കട്ട് ചെയ്യണം, വീട്ടിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പൻ്റെയും അമ്മയുടെയും സ്നേഹത്തിന് മുന്നിൽ എവിടുന്നോ കിട്ടിയ ചില ലവും, എവിടുന്നോ കിട്ടിയ ചില അഫയേഴ്സും, എവിടുന്നോ കിട്ടിയ ചില പ്രതീക്ഷകളും അതൊന്നുമല്ലാതായി മാറുമ്പോൾ മരണത്തെ പുൽകുവാൻ ഹൃദയം തുടിക്കുന്നു. അല്ലയോ ദൈവ പൈതലേ, വാവാ യേശുനാഥ പാടുന്ന ഒരു ചുണ്ട് നിനക്കുണ്ട്. നീ ഒരു പ്രാവശ്യം ഒന്ന് പാടിയാൽ, നിന്റെ ദൈവത്തെ ഒന്ന് വിളിച്ചാൽ, നിന്റെ സകല പ്രശ്നവും മാറി മറിക്കുവാൻ ദൈവത്തിന് പറ്റും. ഈ ജോലി പോയാൽ വേറൊരു ജോലി, ഈ പ്രശ്നം മാറിയാൽ വേറൊരു അനുഗ്രഹം. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, ഇന്ന് രാത്രിയാകാം, പക്ഷെ നാളെ പ്രഭാതമാണ്. ഇന്ന് ദുഃഖവെള്ളിയാകാം, പക്ഷെ നാളെ ദൈവം നിന്നെ ഉയർത്തി 3-ാം ദിവസം ഈസ്റ്റർ ആക്കി മാറ്റുവാൻ ദൈവത്തിന് പറ്റും. അതുകൊണ്ട് ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുക. ഓർക്കുക, ഓരോ 14 സെക്കൻഡിലും ലോകത്തിൽ ഒരാൾ മരണത്തെ പുൽകുവാൻ ആഗ്രഹിക്കുന്നു എന്നതുകൊണ്ട് അത് കൂടുകയുള്ളൂ. കാരണം ഈ ലോകത്തിൻ്റെ ദേവൻ അവരുടെ കണ്ണുകളെ അന്ധമാക്കിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട പൈതലേ, തകരുവാനല്ല, ഉയർത്തുവാനാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. മരിക്കുവാനല്ല,
ജീവിക്കുവാനാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. സഭയിൽ നിന്നെ ഒരു സാക്ഷിയാക്കാൻ ദൈവം മാറ്റുകയാണ്. ഒരു വിശുദ്ധ പദവിയിലേക്ക് പോകുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ വലതുകരം മാറോട് ചേർത്ത് പിടിക്കാം. കണ്ണുകൾ ഇറുക്കി അടച്ച് നസ്രായനായ യേശുവിൻ്റെ മുന്നിൽ, ക്രൂശിതനായവൻ്റെ നിഴലിൽ, ഇനി എൻ്റെ ജീവിതം എൻ്റെ ദൈവത്തിന്, ഈ തോൽവിയും ഈ നഷ്ടവും ഈ വേദനയും ഈ വിവാഹത്തിന് തടസ്സവും ഈ മോചനവും ഈ ക്യാൻസറും ഈ കുഞ്ഞും ഈ ബുദ്ധിയിലെ മാന്ദ്യവും എന്തിനും യേശുവിൻ്റെ മുന്നിൽ ഒരു പരിഹാരമുണ്ട്. ഓർക്കുക, ദൈവമറിയാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. എല്ലാം വിട്ടുകൊടുത്തേ, കൈകൾ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിതത്തിന്റെ നിരാശ മുഴുവൻ കർത്താവിന്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്തേ. ഹൃദയം വിങ്ങും നൊമ്പരവും കരളിൽ നിറയും കണ്ണീരുമായി. ഹൃദയം വിങ്ങും നൊമ്പരവും കരളിൽ നിറയും കണ്ണീരുമായി. നീറും മനസ്സിൻ ഭാരവുമായി നിൽക്കുന്നു ദൈവമേ നിന്റെ മുൻപിൽ. കരുണയാൽ നോക്കേണമേ, കണ്ണീർ തുടയ്ക്കേണമേ. കരുണയാൽ നോക്കേണമേ, കണ്ണീർ തുടയ്ക്കേണമേ. മുറിവേറ്റ നിന്നുടെ തിരുഹൃദയത്തിൽ ഏകുന്നു ഞാനെൻ തകർച്ചകളെ. മുറിവേറ്റ നിന്നുടെ തിരുഹൃദയത്തിൽ ഏകുന്നു ഞാനെൻ തകർച്ചകളെ. യേശുവേ നീയൊന്നു തഴുകേണമേ, പുതുജീവനേകേണമേ. യേശുവേ നീയൊന്നു തഴുകേണമേ, പുതുജീവനേകേണമേ. ഹൃദയം വിങ്ങും നൊമ്പരവും കരളിൽ നിറയും കണ്ണീരുമായി. മനസ്സിൻ ഭാരവുമായി നിൽക്കുന്നു ദൈവമേ നിന്റെ മുൻപിൽ. കരുണയാൽ നോക്കേണമേ, കണ്ണീർ തുടയ്ക്കേണമേ. കരുണയാൽ നോക്കേണമേ, കണ്ണീർ തുടയ്ക്കേണമേ. സർവവും പരിപാലിക്കുന്ന ദൈവം, സർവവും നിയന്ത്രിക്കുന്ന ദൈവം നിന്റെ ഏതു പ്രശ്നത്തിനുമുള്ള പരിഹാരമാണ്. യേശു എന്നാണ് അവൻ്റെ നാമം. ഇതാ, അവൻ്റെ ആണിപ്പഴുതുള്ള കരത്തിനാൽ നീ സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞു. അവൻ്റെ കരുണ നിന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. യേശുവിൻ്റെ കുരിശിനാൽ നാം വിമോചിതരാകുന്നു. ഇനി നീ കരയരുത്, വിലപിക്കരുത്. ദൈവപുത്രൻ നിന്റെ കരം പിടിച്ചിരിക്കുന്നു. അവൻ നിന്നെ സ്വന്തമാക്കി മാറോടു ചേർക്കുന്നു. പ്രത്യാശയോടെ
അവൻ്റെ ചാരെ ചേർന്നിരിക്കുക. ദൈവത്തിൻ്റെ വചനം നിയമാവർത്തന പുസ്തകം 30-ാം അധ്യായം 19-ാം വാക്യം. ഇന്ന് ദൈവം തരുന്ന സന്ദേശം നമ്മൾക്കൊന്ന് കേൾക്കാം. ജീവനും മരണവും അനുഗ്രഹവും ശാപവും ഞാൻ നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്നതിന് ആകാശത്തെയും ഭൂമിയെയും ഞാൻ ഇന്ന് നിനക്കെതിരായി സാക്ഷിയാക്കുന്നു. നീയും നിന്റെ സന്തതികളും ജീവിക്കേണ്ടതിന് ജീവൻ തിരഞ്ഞെടുക്കുക. നന്മയും തിന്മയും ജീവനും മരണവും ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു. നമുക്ക് ചൂസ് ചെയ്യാം. നമുക്ക് ഫ്രീ വില്ലുണ്ട്, സ്വാതന്ത്ര്യം. തീരുമാനം എൻ്റേതാണ്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട പൈതലെ, തീരുമാനിക്കുക. എന്നിലൂടെ എൻ്റെ തലമുറ നശിക്കണമോ അതോ ഞാൻ അനുഗ്രഹിക്കപ്പെടണമോ? ഇന്ന് ദൈവത്തിന് വിട്ടുകൊടുത്തുകൊണ്ടിരിക്കുക. ദൈവം നിങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെടട്ടെ നസ്രാനായ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. നസറായനീശോ വരുന്നു, രക്ഷകനീശോ വരുന്നു. നിന്റെ രോഗശയ്യക്കരികെ ജീവന്റെ നാഥൻ വരുന്നു. വിശ്വാസ